സദൃശവാക്യങ്ങൾ 9:10. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. യഥാർത്ഥ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകുവാൻ, സ്കൂളിലെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പ്രവേശിക്കുവാൻ, വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഹോംവർക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയണം. 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ദൈവാലയത്തിൽ പോയ കർത്താവ് നമുക്ക് മാതൃകയാണ്. കർത്താവ് മാതാപിതാക്കളോടൊപ്പം ആരാധിക്കാനാണ് ദൈവാലയത്തിൽ പോയത്. മറ്റു കുട്ടികളെല്ലാം ആരാധന കഴിഞ്ഞു മടങ്ങി. എന്നാൽ കർത്താവ് മടങ്ങിയില്ല. കർത്താവ് അവിടെയുള്ള ഉപദേഷ്ടാക്കന്മാരുടെ കൂടെ ഇരുന്ന് വചനം കേൾക്കുകയും കേൾക്കുവാനും അറിയുവാനുമുള്ള ഒരു ആകാംക്ഷയും വാഞ്ചയും കർത്താവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കേൾക്കുക മാത്രമല്ല, സംശയങ്ങൾ ചോദിക്കുകയും തന്റെ അറിവിനെ എത്രത്തോളം വളർത്താൻ കഴിയുമോ അത്രത്തോളം കർത്താവ് വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. കർത്താവിന്റെ മാതാപിതാക്കൾ വന്ന് വിളിക്കുമ്പോൾ കർത്താവ് അനുസരണയോടെ അവരോടൊപ്പം പോകുന്നുണ്ട്. ഈ സംഭവം നമുക്ക് നൽകുന്ന കുറച്ച് ചിന്തകൾ. 1. അറിവ് നേടുവാനുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതും പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നതുമായ അറിവുകൾ അശ്രദ്ധയോടെ കേൾക്കാതെ ശ്രദ്ധയോടെ കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അത് ഭാഷയുമായിട്ടുള്ള അറിവാകാം, ചരിത്രവുമായിട്ടുള്ള ഒരു അറിവാകാം, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അറിവാകാം. അത് വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അറിവ് നേടുവാനുള്ള ഒരു ആകാംക്ഷയും വാഞ്ചയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. 2. സംശയങ്ങൾ ചോദിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സംശയങ്ങൾ ചോദിച്ച് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയണം. ഈ സംഭവത്തിൽ കർത്താവ് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാനും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണം. നല്ല അറിവുള്ള വിദ്യാർത്ഥികളായി, സഹപാഠിയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളായി ഈ പുതിയ അധ്യയന വർഷത്തിൽ ദൈവം നമ്മെ എല്ലാരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.